ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഈ വീക്കെൻഡിൻ്റെ ഞായറാഴ്ചത്തെ എപ്പിസോഡ് 49 പറ്റിയുള്ള റിവ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ശനിയാഴ്ചത്തെ എപ്പിസോഡ് 48 പറ്റി ഒരു റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു ഇത് മലയാളം ബിഗ് ബോസ് മലയാളം സീസണുകളിൽ വെച്ച് ഏറ്റവും മോശമായ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞായറാഴ്ച ഇതെല്ലാം പരിഹരിച്ച് ഇതിലൂടെ അതിൻ്റെ കൂടെ പ്രയാസം തീർക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അതിലും മോശമായ ഒരു ഓറൻ എപ്പിസോഡായിരുന്നു ഇന്നത്തെ, അല്ലേ? അപ്പം എന്താ ഇവർ കാണിച്ചു വിടുന്നില്ല. കാര്യം തുടക്കം മുതലേ ഈ സീസൺ ഒരു പ്രയാസമായിരുന്നു. ശരിയായി പോകുന്നില്ലായിരുന്നു. പക്ഷെ എന്നിട്ട് വൈൽഡ് കാർഡ്സിനെ കൊണ്ടുവന്ന് അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേര് അതിനകത്ത്, അതായത് സിബിനെ, പൂജ ഒക്കെ ഒരുവിധം നന്നായിട്ട് കളിക്കുകയും അതിനകത്തൊരു ലൈവ് ആക്കുകയും ഒക്കെ കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അപ്പം ഇന്നിപ്പം പലരും പഴയ മത്സരാർത്ഥികളും അല്ലാത്തവരും ഒക്കെ പറയുന്ന പോലെ ഈ അവിടെ ആർക്കോ വേണ്ടി ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി ഒത്തിരി പ്രയാസപ്പെടുന്നു, അല്ലെ അതിനുവേണ്ടി കുറേ വ്യഗ്രത കാണിക്കുന്നു എന്ന് തോന്നുന്നു. അവർക്ക് എഗൻസ്റ്റായിട്ടിരിക്കുന്ന ആരെങ്കിലും മത്സരാർത്ഥികളുണ്ടെങ്കിൽ അവരെ പോയിച്ച് കാണിക്കുക എന്നുള്ളത് വളരെ അപ്പാരൻ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഈ സിബിനെ ഇത് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അപ്പാരൻ്റായിട്ട് മനസ്സിലാക്കാം. ഇപ്പം ആ ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുക. ഇപ്പം ജിൻഡോയെക്കാളും കുറ്റം കൂടുതൽ ചെയ്ത ആൾക്കാർ വളരെ ഇപ്പം ജാസ്മിനോടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം, അതെ ആ ചൂടെ ഒരു ഇതിനകത്ത് നിന്ന് ഒരു ഗെയിമിനെ അവരുടെ സ്വന്തം ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടി, സ്വന്തം കാമുകനെ രക്ഷിക്കാൻ, കാമുകൻ എന്ന് പറയപ്പെടുന്ന ആളിനെ രക്ഷിക്കാൻ വേണ്ടി പവർ റൂമിൽ കയറ്റാൻ വേണ്ടി കാണിച്ച കളികളൊക്കെ എന്താണ് ചോദിക്കാഞ്ഞത്? പോലെ ഫുഡ് ഉണ്ടാക്കാൻ കിച്ചണിൽ പോകാത്തത്, അതെ മോശം. ആ മനുഷ്യനെ എന്താ പറയുക, മോശമായ രീതിയിലാണ് അഭിസംബോധന ചെയ്തത്. മനുഷ്യന് ഇത്രയാണ് കാണുന്ന രീതിയിൽ. അതും അവളെക്കാളും എന്ത് പ്രായമുള്ള മനുഷ്യനാണ്. മേബി അയാളുടെ അമ്മയുടെ ഒക്കെ പ്രായം അത്രയെങ്കിലും അടുത്തൊക്കെ വരുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മോഹൻലാലാണെങ്കിൽ ഇന്നും അല്ല, ഒരു വശത്ത് ജിൻഡോയോട് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ പെരുമാറാൻ വയ്ക്കും. അതേസമയം ഇപ്പം ഇത് കണ്ടാൽ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാം. അതായത് ജാസ്മിനെ ഈ ബിഗ് ബോസ് നടത്തുന്നവർക്കും, എൻ്റെ മോൾ ഷൈൻ ആയാലും, ഇതിൻ്റെ എപ്പിസോഡ് ഡയറക്ടറായാലും, വീക്കെൻഡ് ഡയറക്ടറായാലും, ഇതിൻ്റെ ഏഷ്യാനെറ്റിനായാലും, ഹോട്ട്സ്റ്റാറിനായാലും, ഈവൻ മോഹൻലാലായാലും ഭയമാണെന്നാണ് തോന്നുന്നത്. അതുപോലെ ഇവരോട് ഭയങ്കര സ്നേഹമാണ് ഇവർക്കെന്ന് തോന്നുന്നത്. ഇത് രണ്ടും തോന്നുന്നു. ഇവരോട് എന്ത് ഭയമാണ് അവർ, അതായത് എന്ത് ഇതായിട്ടാണ്, ചിരിച്ചോണ്ടാണ്, എന്ത് സോഫ്റ്റായിട്ടാണ് ജാസ്മിനോട് സംസാരിക്കുന്നത്. അവളുടെ പിന്നെ ഒന്നും ഞങ്ങൾ വിചാരിച്ച് ഇന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ആ പ്രശ്നങ്ങളൊക്കെ ചോദിക്കുമെന്ന്. ഒന്നും ചോദിച്ചില്ല. ജിൻഡോയെ കുറെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത്, അതെ ജോലി ചെയ്യുന്ന എത്ര ലൈറ്റായിട്ട് ഒരു നീതിയല്ലാത്ത ഗെയിമാണ്, ഒരു ഷോയാണ് ഇപ്പോൾ അവിടെ പറയുന്നത്. അതെ അതിപ്പം എന്നിട്ടിപ്പം ഈ ഇതിനകത്തൊന്നും ഇപ്പം ഇവർ ഏതായാലും ആ സിബിനും വിഭൂതിയൊക്കെ പോയപ്പം ഈ സാധനം താഴോട്ട് പോയി എല്ലാ രീതിയിലും. അതിനകത്തുനിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഏതാണ്ടൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു. ഇപ്പം ഇന്നത്തെ എപ്പിസോഡ് തന്നെ എന്തോ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ കുറച്ച് വീട്ടിൽ നിന്ന് കുറേ ഫോട്ടോ കൊണ്ടുവന്നു, അല്ലെ കുറേ അവരെന്തൊക്കെ സമ്മാനങ്ങൾ അയച്ചു, അത് കാണിച്ചു, കേക്ക് കാട്ടി, അത് ദാറ്റ്സ് ഓക്കെ. പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ട അവസാനം പഴയ സീസണിലെ ആൾക്കാരെയും അങ്ങനെ കുറെ വഴിയുള്ള കുറെ ആൾക്കാരെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇത് ഭയങ്കര പിന്നെ സീസൺ 6 ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ആരെ കാണുന്ന ജനങ്ങളെയാണ് ഇവിടെ. സീസണിനകത്ത് ആൾക്കാർ തന്നെ ഈ ഷോയെ എതിര് നിന്ന് സംസാരിച്ചിട്ടുള്ളവരാണ് പലരും. അതെ അത് തന്നെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ആരെ ചെയ്യാനാ? ഈ കാണുന്ന ആൾക്കാരെയാണോ, അത് അതിനകത്തിരിക്കുന്ന ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണോ, അല്ലെ അവരെ ഷോ കണ്ടിട്ട് നമുക്ക് മനസ്സിലാകുന്ന ആ ഹൗസിനകത്തുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അതെ
അതെ. അപ്പൊ ഇതിനകത്ത് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കൊണ്ടുവന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഏഷ്യാനെറ്റുമായിട്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബന്ധമുള്ള ആൾക്കാരാണ്. അവര് വിളിച്ചപ്പോൾ അവർ വന്ന് കാണും. കാര്യം അവർക്ക് അവരുടെ കരിയറിന്റെ ഇതാണ് അപ്പം ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പല ആൾക്കാരും ഡോക്ടർ രജിത്ത് ആയാലും പിന്നെ മാരാറായാലും സാബു പറയുന്നതായിട്ടൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ഷോ വളരെ മോശമാണെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അത് തന്നെയല്ല മാരാറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടു. ഈ ഇതിനകത്ത് കാണിക്കുന്ന മുഴുവൻ ഉടായിപ്പാണ്. ഇതിനകത്ത് പിന്നെ അവർ കുറേ ആൾക്കാരെ തീരുമാനിച്ചിരിക്കും ഇവരായിരിക്കണം വിന്നർ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് എഗൻസ്റ്റായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടായാൽ അവരെ അവിടുന്ന് പറഞ്ഞു വിടിയിപ്പിക്കും. അതാണ് പരിപാടി. ഇന്ന് പച്ചയ്ക്ക് മാരാർ പറഞ്ഞ വീഡിയോ ഇവിടെ പിന്നെ ഇപ്പം ഈ പബ്ലിക് ഡൊമൈനിലുണ്ട്. മനസ്സിലായില്ലേ? ആ പുള്ളിയെ കൊണ്ടുവന്നിട്ടാണ് ഇത് പറയുന്നത്. അപ്പം അകത്തിരിക്കുന്നവർക്ക് ഇത് കാണാൻ പറ്റാത്തതുകൊണ്ട് അവർ വിശ്വസിക്കും. പക്ഷേ നാട്ടുകാർക്ക് ഇതൊക്കെ കാണും. നാട്ടുകാർ ഇതും കണ്ടിട്ടുണ്ട് അതും കണ്ടിട്ടുണ്ട്. അപ്പം അവരെ എന്തായാലും ഈ അവരുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പ്രാവശ്യത്തെ എവിക്ഷൻ റൗണ്ടില് എന്താ പറഞ്ഞാൽ അദ്ദേഹം വലുതായിട്ടൊന്നും അവിടെ ചെയ്തിട്ടില്ല. അതുപോലെ ചെയ്യാത്ത ആൾക്കാർ അവിടെയുണ്ട് അല്ലേ? അതെ അതെ. പിന്നെ അവിടെ ഒരു എനിക്കൊന്ന് ഇന്നലെയാണോ ഗബ്രി ഭക്ഷണത്തിന്റെ പ്രശ്നം ഉണ്ടാക്കിയപ്പം ഈ കാൻഡിഡേറ്റ് ആണ് അതിനെതിരായിട്ട് സംസാരിച്ച് ജാസ്മിൻ്റെ സാരി തുമ്പിൻ്റെ ഇതാണോ എന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഉണ്ടായിരിക്കും അദ്ദേഹത്തെ ഇന്ന് പുറത്തേ അടിച്ചെന്ന് തോന്നുന്നു. അപ്പം അവർക്ക് അഗൻസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരെ തകർക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. കാര്യം എന്തുകൊണ്ടോ നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ ഇവരുടെ നാടകങ്ങൾക്ക് പിന്നെ വ്യൂവേഴ്സ് ഉള്ള വ്യൂവേഴ്സ് കുറച്ചുണ്ടെന്നുള്ള കാരണം കൊണ്ടായിരിക്കും അവരെ എങ്ങനെയും അവിടുന്ന് പുറത്ത് ചാടിക്കാൻ. ഒരാൾ പോയി കഴിഞ്ഞാൽ മറ്റേ ആൾ ഡൗൺ ആവും. അപ്പോൾ അത് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ അവർക്ക് എഗൻസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരെയെല്ലാം പുറത്താക്കുക. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരെയും സേഫ് ആക്കാനുള്ള എല്ലാ മാർഗങ്ങളും. അതായത് പിന്നെ ഇപ്പം ജബ്രിയെ എങ്ങനെങ്കിലും ക്യാപ്റ്റനോ പവർ ഹൗസിലോ ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവന്ന് നോമിനേഷനിൽ നിന്നും ഇത് ചെയ്യുക. പക്ഷേ ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു സംശയം ഒരു പ്രാവശ്യം പറഞ്ഞാണ് എങ്കിലും പറയുക. അതായത് ഈ വോട്ടിംഗ് എന്ന് പറയുന്ന സംഭവം സത്യമാണോ? അതായത് വോട്ടിങ്ങിൻ്റെ ബേസിസിലാണോ ആൾക്കാർ ഇവിടുന്ന് പോകുന്നു നിലനിൽക്കുന്നതെന്നൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ പിടിയൊന്നുമില്ല. കാര്യം ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പറഞ്ഞിട്ട് ഇഷ്ടമുള്ള ആൾക്കാരെ നിർത്തുമെന്നുള്ള കാര്യം ഈ ഒരിക്കൽ പറഞ്ഞത് KPMG ഓഡിറ്റ് ചെയ്ത്. പക്ഷെ ഞങ്ങൾക്ക് എന്തറിയാം, ഈ KPMG ഓഡിറ്റ് ഞങ്ങൾക്ക് അതിനുള്ളൊരു വെരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സോഴ്സ് അല്ലെങ്കിൽ KPMGയോട് സംസാരിക്കാൻ അല്ലെങ്കിൽ KPMG ഓഡിറ്റ് റിപ്പോർട്ട് എന്തെങ്കിലും ആൾക്കാരുടെ പബ്ലിക് ഡൊമൈനിൽ കൊടുത്തിട്ടുണ്ടോ? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇവർ പറയുന്നത് സത്യമാണെന്നത്? അതായത് ചുമ്മാ KPMG വെറുതെ KPMG അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തരം കോൺട്രാക്ട് ആണോ നമുക്കറിയത്തില്ല. അപ്പം ഇതിൻ്റെ ഈ വോട്ടിംഗ് അതിൻ്റേതും ഈ എലിമിനേഷൻ്റേതും എവിക്ഷൻ്റേതുമായിട്ടുള്ള അതിൻ്റെ ക്രെഡൻഷ്യൽസ് അതിൻ്റെ ഓതൻറ്റിസിറ്റിയെ പറ്റി ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ല ഡൗട്ടാണ്. അതെ അതെ. അല്ല ഈ അവിടെ ബിഗ് ഹൗസിലുള്ള മത്സരാർത്ഥികൾക്കും പിന്നെ ഇവരെ പറഞ്ഞാല് പുറത്താവുമെന്ന് പേടിയായതുകൊണ്ടായിരിക്കും ഇന്ന് നന്ദന ഉണ്ടല്ലോ, അതായത് ഈ എപ്പിസോഡ് കഴിഞ്ഞുള്ള ലൈവിനകത്ത് നന്ദന വന്ന് ഗബ്രിയുടെ അടുക്കലും പിന്നെ എന്താ ജാസ്മിന്റെ അടുക്കലും അടുത്ത് പോയിരുന്ന് ഏറ്റവും വലിയ എതിരാളികളാണ് അവരുടെ അഡ്വൈസ് വാങ്ങിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ജബ്രി ഇപ്പൊ അവിടുത്തെ മെന്ററാണ്, മെന്റർ കൺസൾട്ടിങ് തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഈ ബിഗ് ബോസ് ഷോയിൽ എങ്ങനെ നിൽക്കണം എന്ത് ചെയ്യണമെന്നൊക്കെ കൺസൾട്ടിങ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും അങ്ങ് ടോപ്പിൽ ആയി, റണ്ണറപ്പും വിന്നറുമായി. പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് അവരുടെ നിൽക്കാനുള്ള സ്ട്രാറ്റജീസും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നന്ദന ജാസ്മിനുമായിട്ട് വലിയ പോരുകളുടെ കൂട്ട് പോര് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. നന്ദനയ്ക്ക് മനസ്സിലായി ഇനി ഇവരെ കാല് പിടിച്ചെങ്കിലേ കുറച്ച് നാളുകൂടെ ആ ഹൗസിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായത്. അതെ അതെ, അത് ഇപ്പൊ അങ്ങനെയാണ്. കാര്യം ആൾക്കാർക്ക് ആ ട്രെൻഡ് മനസ്സിലായിട്ടുണ്ട്. ഇവരെ കളിച്ചാൽ അവർ ഔട്ടാവുമെന്ന് മനസ്സിലായത് കൊണ്ടാണ് എല്ലാവരും ഇപ്പൊ പത്തി മുടക്കി ഗബ്രി, ജാസ്മിൻ മേലാളന്മാരുടെ ദാസ്യന്മാരായിട്ടാണ് ഇപ്പോൾ ഒരു പരിധിവരെ പിന്നെ അവിടെ പ്രവർത്തിക്കുന്നത്. കാര്യം അവിടെ എന്തു തെറ്റ് ചെയ്താലും എന്ത് അഹങ്കാരം കാണിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യുകയും ആ പ്രശ്നങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇപ്പം പിന്നെ ജിൻഡോയുടെ ഇടുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ്. അപ്പം തന്നെ ഈ പ്രശ്നം ഇതിന്റെ പറഞ്ഞപ്പം ഈ ജയിലിന്റെ പ്രശ്നം പറഞ്ഞപ്പോഴും
പിന്നെ ആ ശ്രീതു ആണെങ്കിലും ജിൻഡോയാണ് അക്യൂസ് ചെയ്യുന്നത്. അതായത് ഇവള് പിന്നെ എന്താ പറയുക, ജാസ്മിൻ അതിനകത്ത് യാതൊരു പങ്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു ഒരു 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 എന്താ പറയുക, നമ്മൾ റൗഡികളുടെ ഇടയിലായിരുന്ന ഒരു പരിപാടിയാണ്. അതായത് ഇവരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പുറത്താവും അല്ലെങ്കിൽ ഇതാവും എന്നുള്ള ഒരു ഭീഷണിയിലാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. നന്ദന കാണിച്ചത് എപ്പിസോഡ് കഴിഞ്ഞിട്ട് നന്ദന അവരുടെ ഇടയ്ക്കിൽ പോകുന്നു, എന്നിട്ട് അദ്ദേഹം അവരുടെ രണ്ടുപേരുടെ അഡ്വൈസ് സ്വീകരിക്കുന്നു. അതെ 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 അതെ. എനിവേ എനിക്ക് ഇപ്പം കാണാൻ പറ്റുന്നത് ഈ വീണ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ബിഗ് ബോസ് ഏതാണ്ടൊക്കെ കാണിച്ചു കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം വീണ്ടും വീണ്ടും മിസ്ഫെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും പരിഹാസ്യമായി കാണുക. അതിന് ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു അപഹാസ്യതയോ അല്ലെങ്കിൽ എന്തോ ഒരു എന്തോ ഒരു കുറവുണ്ട്, കുറവേ ഉള്ളൂ. അതായത് എന്തോ ഒരു എന്താ ഇങ്ങനെ അല്ല ഇതെന്നുള്ളൊരു തോന്നൽ, മനസ്സിലായില്ലേ? അപ്പം തന്നെ എനിക്ക് തോന്നും ഈ ബാക്ക്ലാഷ് കിട്ടിയതുകൊണ്ടായിരിക്കും സിബിൻ്റെ പ്രശ്നത്തിൽ മോഹൻലാലാണെങ്കിലും ഭയങ്കര ഡൗൺ ആയി. മോഹൻലാൽ ഇപ്പൊ ഏതാണ്ടൊക്കെ ഒരു മെക്കാനിക്കലായിട്ട് ചെയ്യുന്നത് പോലെയാണ് മനസ്സില്. എന്തായാലും ഇതൊക്കെ വിവരങ്ങളൊക്കെ മോഹൻലാൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എങ്ങനെ ഫുൾ ഓൺ ചെയ്യുകയാണ്, എങ്ങനെയെങ്കിലും 100 days കോൺട്രാക്ട് തീർക്കുക എന്നുള്ള ഒരു ഇതാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയെങ്കിലും എന്തായാലും ഇത് ആരാണ് ഇതിന്റെ പുറകിൽ? ഇതിപ്പം ഈ ഷോ ഡയറക്ടറാണോ, വീക്കെൻഡ് ഡയറക്ടർ ഹഫീസ് ഷംസുദ്ദീനാണോ, എൻ്റെ മോൾ ഷൈനാണോ, അല്ലെങ്കിൽ പിന്നെ ഏഷ്യാനെറ്റ് ആണോ, ഹോട്ട്സ്റ്റാർ ആണോ, അതോ പിന്നെ ഈ സ്പോൺസേഴ്സായ സ്കീ അതുപോലുള്ള ആൾക്കാർ, ഇവരൊക്കെ ആരാണ് ഇതിൻ്റെ പുറകിൽ എന്ന് എന്തായാലും ഇത് ഒരു പരിധി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിച്ചോറാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. അതേ ഒരു അവസ്ഥയിലാണ്. ഇതിനകത്തൊന്നും ഇനിയും ഈ നമ്മുടെ രതീഷിനെ കൊണ്ടുവന്നു. എന്ത് രതീഷ് എന്താ അവിടെ എന്ത് എന്റർടൈൻമെന്റ് ആണ് കാണിക്കുന്നത്? ചുമ്മാ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതേസമയം അയാളെ അന്ന് അവിടെ നിർത്തിയിരുന്നെങ്കിൽ, ഈ പറഞ്ഞ പോലെ അന്നേ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ പോയത്. ഇതിപ്പോ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഷോ കാണിച്ചിട്ടൊന്നും അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സിജോ ഏതാണ്ടൊക്കെ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നതല്ലാതെ ഒരു വെടി ഇതുവരെ പറഞ്ഞ പോലെ പിന്നെ മണഞ്ഞു പോയ തീപ്പെട്ടി. എനിവേ രസം പോയി കാണാനുള്ള രസം പോയി. ഇതിപ്പം ഈ ജാസ്മിനും ഗബ്രിയും കൂടെ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ ഈ സംഭവം കാണുന്നുള്ളൂ. അതെ അതെ. എന്താ പറയുന്നേ, ഏറ്റവും മോശം ഇന്നലത്തെക്കാട്ടിലും വളരെ പക്ഷേ അത് വളരെ സിമ്പിളാണ്. ഈ ഷോ വളരെ മോശമായി പോകുന്നത് കൊണ്ടാണ് അതിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഇതുപോലെ മോശമായി പോകുന്നത്. അതിന്റെ റിഫ്ലക്ഷൻ ആണ്. അല്ല, പക്ഷെ മോഹൻലാൽ ഒരു കാര്യം പറഞ്ഞു, പവർ ഹൗസ് വീക്ക് ആയിരുന്നു എന്നുള്ള ഒരു കാര്യം അത് പറഞ്ഞു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പവർ ഹൗസ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ പവർ ഹൗസും ഈ ആഴ്ചത്തെ പവർ ഹൗസും, കഴിഞ്ഞ മാസം ശരിക്കും പവർ ഹൗസ് അവിടെ ഉണ്ടായിരുന്നു. ഈ ആഴ്ച പവർ ഹൗസ് എന്ന് പറഞ്ഞ സംഭവം അവിടെ ഉണ്ടോ എന്ന് തന്നെ ആർക്കും അറിയത്തില്ലായിരുന്നു. ആക്ച്വലി പവർ ഹൗസ് എന്ന് വെച്ചേക്കുന്നത് ഞാൻ നോക്കിയിട്ട് കുറച്ച് ആൾക്കാർക്ക് എവിക്ഷനിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ. അത് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഈ ഒരു ഹൗസ് പവർ ഹൗസിൽ പോകുമ്പോൾ അതിനകത്ത് നല്ല മിടുക്കന്മാരായ 1-2 പേരുടെ കെയർ ഓഫിൽ വേറെ 1-2 പിന്നെ ഒരു ഇതില്ലാത്ത ആൾക്കാരെ അതിലൂടെ കയറിപ്പോകും. അതാണ് അവരങ്ങനെ സേഫ് ആവും. അതാണ് ഈ പവർ ഹൗസ് കൊണ്ട് സംഭവിച്ചത്. പവർ ഹൗസിൽ അങ്ങനെ അവർക്ക് ശരിക്കും തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് ശരണ്യ പറഞ്ഞത്, ലാലേട്ടാ ഞങ്ങൾ ഈ പ്രാവശ്യം എന്താണ് ശാന്തതയോടും സമാധാനത്തോടും, ചുമ്മാ അവർക്കത് റൂൾ എങ്ങനെ അത് ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളത് ശരിക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എനിവേ പിന്നെന്താ, ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി ഈ എപ്പിസോഡിനെ പറ്റി ഒന്നും പറയാനില്ല. ആക്ച്വലി ഇപ്പോൾ എന്താ പറയാനാണ്. അതായത് നോക്കാം ഇനി എന്താ സംഭവിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കാനായി ഇത് ഇങ്ങനെ ഈ രീതിയിൽ ഈ ടീമിനെ വെച്ചുകൊണ്ട് ഈ പിന്നെ പാർട്ടിസിപ്പേഷനെ വെച്ചുകൊണ്ട് ഇത് എത്രമാത്രം നന്നായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്നറിയില്ല. ബിഗ് ബോസ്
കുറേ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ആയുധങ്ങൾ വേണം. അല്ലെ അത് ചെയ്യാൻ ഇപ്പം നമ്മൾ കുറേ നല്ല ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇല്ലാതെ നടക്കത്തില്ല. ഇത് പിന്നെ നിങ്ങളുടെ കുറ്റങ്ങൾ നിങ്ങൾ തന്നെ വരുത്തി വെച്ച ഒരു വിനയാണ് എന്ന് എനിക്ക് പറയാം, അല്ലേ? അതുകൊണ്ട് നന്നാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നോക്കാം ഇന്നത്തെ ഞങ്ങളുടെ ഈ എപ്പിസോഡ് അല്ല ഓക്കെ ബിഗ് ബോസിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് ഇന്നത്തെ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കണ്ട എല്ലാവർക്കും നന്ദി.